ഇന്ന് നല്ലൊരു ചിക്കൻ പാസ്തയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ നല്ല ക്രീമി ആൻഡ് ചീസി ആയിട്ടുള്ള പാസ്ത തയ്യാറാക്കിയാലോ? അപ്പോൾ എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. 1.5 മുതൽ 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. ഇതില്ല എന്നുണ്ടെങ്കിൽ മാത്രം സൺഫ്ലവർ ഓയിൽ എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 3 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയാൽ മതി, ബ്രൗൺ കളറൊന്നും ആവണ്ട. 3-4 ടേബിൾ സ്പൂൺ സവാള ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റാം. ഇതും ഒരുപാട് വഴറ്റേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ചിക്കനാണ് ചേർക്കുന്നത്. ഈ ചിക്കൻ ചേർത്ത ഉടനെ ഇളക്കി കൊടുക്കണ്ട, ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചാൽ മതിയാകും. 1 മിനിറ്റിന് ശേഷം ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ക്രഷ് ചെയ്തെടുത്ത ശേഷം 1 കപ്പ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ഇത് 1 മിനിറ്റിന് ശേഷമാണ് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇപ്പോൾ ചിക്കൻ്റെ കളറൊക്കെ മാറി ആ വെള്ള നിറമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 140 ഗ്രാം ടൊമാറ്റോ പേസ്റ്റാണ് ചേർക്കുന്നത്. ഇത് ഞാൻ കടയിൽ നിന്നും വാങ്ങിയ ടൊമാറ്റോ പേസ്റ്റാണ്. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഈ ചിക്കനുമായിട്ട് ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ആ ടൊമാറ്റോ പേസ്റ്റ് വാങ്ങിച്ച കണ്ടെയ്നറിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ ചില്ലി ഫ്ലേക്സും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇറ്റാലിയൻ ഹെർബ്സ് ചേർക്കുന്നുണ്ട്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ 1/4 ടീസ്പൂൺ ബേസിൽ ലീവ്സും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ഒരു 1/2 മണിക്കൂർ ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം പഞ്ചസാരയാണ് ചേർത്തത്. ഇനി നമുക്ക് അടുത്തതായിട്ട് പാസ്തയൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ കുറച്ചധികം വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പെന്നെ പാസ്തയാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാസ്ത എടുക്കാവുന്നതാണ്. ഈ പാസ്തയുടെ പാക്കറ്റിൽ കൃത്യമായിട്ട് ഇത് എത്ര സമയം വേവിക്കണമെന്ന് എഴുതിയിട്ടുണ്ടാകും. അതിനനുസരിച്ചിട്ട് ഇത് പാകത്തിന് വേവിച്ചെടുത്താൽ മതിയാകും. ഇതിപ്പോൾ ഇവിടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റിക്കളഞ്ഞ ശേഷം ഉടനെ തന്നെ ഞാനിത് കടായിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ തിക്കായിട്ടാണ് തോന്നുന്നതെങ്കിൽ നിങ്ങൾക്ക് പാസ്ത വേവിച്ച വെള്ളം ഒരല്പം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഹെവി ക്രീം അല്ലെങ്കിൽ കുക്കിംഗ് ക്രീമും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒന്ന് മിക്സ് ചെയ്ത ഉടനെ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം കുറച്ച് പാർമസാൻ ചീസോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ചീസോ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇടാവുന്നതാണ്. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്